ADGP MR അജിത് കുമാറിനെതിരെ ഒടുവിൽ നടപടിയെടുത്ത സർക്കാർ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതിൽ സസ്പെൻഷൻ. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. DGP ആകാനുള്ള അജിത് കുമാറിന്റെ വഴിയടഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്യുന്നു. SIT കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ. മുൻ അംഗം അജികുമാറിനെയും പ്രശാന്തിനെയും സംരക്ഷിക്കാതെ CPIM. അറസ്റ്റിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെന്ന് ദേവസ്വം മന്ത്രി. ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച സംബന്ധിച്ച് പ്രോസിക്യൂഷൻ. DYSP വിളിച്ചു വരുത്തി കോടതി. എന്തുകൊണ്ട് സുപ്രീം കോടതി മാനദണ്ഡം പാലിച്ചില്ല എന്നും ചോദ്യം. റീ അറസ്റ്റിൽ അനുമതി ലഭിക്കുന്നതിനു മുമ്പേ റാം കീഴടങ്ങി. നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന 2 പ്രതികളുടെ ആവശ്യം കൂടി കോടതി തള്ളി. ഹൈക്കോടതി തള്ളിയത് 5-ാം പ്രതി വടിവാൾ സലീമിന്റെയും 6-ാം പ്രതി പ്രദീപിന്റെയും അപേക്ഷ. പൾസസുനിയുടെ ആവശ്യവും ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിയവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. വിചാരണയ്ക്ക് അതിവേഗ കോടതി സ്ഥാപിക്കുമെന്ന് എക്സ്പോസ്റ്റ്. വഴങ്ങാതെ CJP. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം മാത്രം ചർച്ച. ജന്തർ മന്ദറിൽ വന്ന് ചർച്ച ചെയ്യണമെന്ന് അഭിജിത് ദീപ്കെ. സമരം തുടരുന്നു. ഡൽഹി കനത്ത സുരക്ഷാ വലയം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിലും ഇന്ന് പ്രതിഷേധം. രാജിയില്ലാതെ ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷം. ഉപാധികൾ അംഗീകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ധർമ്മസ്ഥലയിലെ നിയമ പോരാട്ടത്തിൽ ആക്ഷൻ കമ്മിറ്റിക്ക് സുപ്രീം കോടതിയിൽ വൻ വിജയം. സൗജന്യയുടെ മരണം പുനരന്വേഷിക്കാൻ ഉത്തരവ്. കഴമ്പില്ലെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ച CBIക്ക് രൂക്ഷ വിമർശനം. ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് ചോദ്യം. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിലെ പിങ്ക് ബസ് സർവീസ് തുടങ്ങി. ലക്ഷ്യം വനിതകളുടെ സുരക്ഷിത രാത്രി യാത്ര. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഓട്ടം തിരുവനന്തപുരത്ത്. അവർക്ക് സുരക്ഷിതത്വമാണ് പ്രശ്നം. ആ സുരക്ഷിതത്വം രാത്രിയാണ്. രാത്രി 8 മണിക്കും 10 മണിക്കുമുള്ള 2 ട്രിപ്പാണ് ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് പിങ്ക് ബസ് ചെയ്യുന്നത്. ഒരു ബസ് യുഗം നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. റഷ്യയുടെ സാമ്പത്തിക രംഗത്തെ തച്ചുടച്ച വൻ ഇന്ധന പ്രതിസന്ധി. കയറ്റുമതിക്ക് ഇന്ത്യയെ ആശ്രയിച്ച റഷ്യ. പ്രതിസന്ധിക്ക് കാരണം റിഫൈനറികളിലെ യുക്രൈൻ ആക്രമണം.